സോ ഗൈസ് എവർക്കും നമസ്കാരം. അപ്പോൾ ഗൈസ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞാൽ വർക്കിൽ ആയി ഗൈസ് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത്. എനിവേ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ എന്ന മൂവിയുടെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം. കാരണം ഞാൻ ഏകദേശം പറയണത് തിയേറ്റർ മിസ് ചെയ്ത ഒരു പടമാണ്. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് വൈബായിട്ട് ഞാൻ OTT ഇറങ്ങുമ്പോഴാണ് കണ്ടത്. എനിവേ വിഷ്വൽ കൊണ്ടും ക്ലൈമാക്സും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു ഈ ഒരു മൂവിയുടെ. എനിവേ അപ്പോൾ ഗൈസ് ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഞാൻ വീഡിയോ കിടന്നാലോ അശാമായ. അപ്പോൾ കാന്താര ചാപ്റ്റർ 1 കാണാൻ പോവുകയാണ്. എനിവേ ഗൈസ് ഹോംബാല ഫിലിംസ് ആണ്. അവന്മാർ കോപ്പിറൈറ്റ് അടിക്കാണ്ടിരുന്നാൽ മതി. കോപ്പിറൈറ്റ് അടിക്കുക അറിയില്ല എന്നറിയില്ല. നമുക്ക് ഹിന്ദി എല്ലാം ഉണ്ടല്ലോ, നമുക്ക് മലയാളം തന്നെ കാണാം. അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായായത്? നമ്മുടെ പൂർവീകര് ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. ഇതെന്താണ് ഗൈസ്, പഴയപോലെ എല്ലാവരുടെ ഗൈസ് വേറെ ലോകമാണ്. ഒക്ടോബർ 2 അങ്ങനെ എടുക്കാണ് ഗൈസ് കാന്താര ചാപ്റ്റർ 1. ഇതെന്താണിത് മനസ്സിലായില്ല ഗൈസ്. ഇത് എന്താ പറയുക, എനിക്ക് ഏകദേശം പറഞ്ഞാൽ OTT സിനിമ ശരിക്കും കണ്ടിട്ട് എനിക്ക് ഓക്കെയാണ്. സിനിമ സ്ക്രിപ്റ്റും എല്ലാതും വിഷ്വൽസും കൊണ്ട് എല്ലാം ഓക്കെയാണ്. എനിക്ക് തിയേറ്റർ മിസ് ചെയ്ത ഒരു പടമാണ് കാന്താര. എനിവേ ഇതെന്താണിത് ഗൈസ്, ഇത് വേറെ ടൈപ്പിലേക്കാണ് മാറിയിരിക്കുന്നത്. വിഷ്വലും അതുപോലെ തന്നെ കുറച്ച് കട്ട്സ്, അതുപോലെ തന്നെ എന്താ പറയുക, ചില ഫ്രെയിമൊക്കെ അല്ലേ ഗൈസ് ഒരു ക്ലാസിക് മൂവി എന്നൊക്കെ പറയില്ല, ഒരു ബാഹുബലി ടച്ച് ആ രീതിയിലൊക്കെ പറയില്ലേ. ആ ചെറിയൊരു എന്താ പറയുക ബഡ്ജറ്റിൽ ഇറങ്ങിയ പടമാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട്. ചെറിയൊരു 19-20 കോടി എന്തോ ആണ് തോന്നുന്നുണ്ട്. അത്രയും കോടി ചിലവാക്കി ഇറങ്ങിയ സിനിമ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയ മൂവിയാണ് ഹോംബാല ഫിലിംസിൻ്റെ. അപ്പം തൊട്ട് വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ ചാപ്റ്റർ 2 വേണ്ടി, ചാപ്റ്റർ 1 വേണ്ടി, സെക്കൻഡ് പാർട്ടിന് വേണ്ടി. എനിവേ ഗൈസ് വിഷ്വൽ കൊണ്ട് ആറാട്ടായിരിക്കും ഇത്. ഞാൻ പറയുന്നു ഗൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ് ഇത്. നിങ്ങൾക്ക് OTT കണ്ട ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. വിഷ്വൽ കൊണ്ട് ആറാട്ടായിരിക്കും ഇനി ഒക്ടോബർ 2. അപ്പോൾ ഒക്ടോബർ ഇതെന്തായാലും ഗൈസ് എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ളൊരു വകയൊക്കെ ഉണ്ട്. വിജയരാമട്ടനൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആക്ടേഴ്സ് ഈ സിനിമ ഷൂട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ടൈം തന്നെ കുറച്ച് എന്താ പറയുക ആക്ടേഴ്സ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് സിനിമ റിലീസിനെത്തുന്നത്. ഇപ്പോൾ ഈ സിനിമ റിലീസിനെത്തുമ്പോൾ തന്നെ കുറച്ച് ചർച്ചകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. എനിവേ എന്തായാലും ഒക്ടോബർ 2 എത്തട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു പേഴ്സണലി ഒരു ഇന്ത്യൻ സിനിമയിൽ ഇനിയിപ്പോൾ ഹോംബാല ഫിലിംസ് ഇനി വരാൻ പോകുന്നതിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് കാന്താര. ശരിക്കും വേറൊരു ടൈപ്പിലേക്കാണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടറിയാം ഒക്ടോബർ 2 എന്താണെന്ന്. അപ്പോൾ ഗൈസ് കണ്ടറിയാം ഒക്ടോബർ 2 എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വന്ന എന്തായാലും ഒരു 1000 കോടി ക്ലബിൽ കയറാൻ ചാൻസ് ഉള്ള ഒരു മൂവി തന്നെയാണ് കാന്താര. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഫ്രീ ടൈം കിട്ടുമ്പോൾ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് അടുത്ത് വയ്ക്കണം. അഭിജിത്ത് സാനിങ് ഔട്ട്.